ഹായ് ഫ്രണ്ട്സ്, വിൻഡോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് മേക്കപ്പ് വീഡിയോ പാർട്ട് 1ഉം 2ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ വേഗം പോയി കണ്ടു നോക്കിക്കോട്ടാ. പിന്നെ നമ്മൾ അതിനകത്ത് പാർട്ട് 1ൽ വന്ന കമന്റിന്റെ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ഓരോരുത്തർ പറഞ്ഞിരിക്കുന്ന കമന്റുകൾ ഞാനിങ്ങനെ എനിക്ക് വാക്കുകളിലൂടെ മനസ്സിലാക്കിക്കാൻ പറ്റാത്തത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യും എന്നുള്ളത്. അപ്പോൾ എനിക്ക് അലോവേര ജെല്ലിന്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് മോയ്സ്ചറൈസറിന് പകരം അലോവേര ജെല്ല് പുരട്ടിയാലും മതിയോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു കമന്റ് വന്നിരുന്നു. മറുപടി ഞാൻ ഉടനെ തന്നെ കൊടുത്തിരുന്നു. എങ്കിലും ഞാൻ വിചാരിച്ചു കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും, അപ്പം അതങ്ങ് ക്ലിയർ ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ മനസ്സിലാകുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അലോവേര ജെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി മുന്നേ പണ്ടൊക്കെ ആണെങ്കിൽ മുടി കൊഴിച്ചിലിനും അതുപോലെ എന്താ പറയാ സ്കിൻ അലർജി വരുമ്പോഴും മുടി വളരാനും ഒക്കെ വേണ്ടിയിട്ട് എണ്ണ കാച്ചാനും അതുപോലെ നമ്മൾ ഫേസിൽ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുമായിരുന്നു ഡയറക്റ്റ് ഈ ജെല്ലൊക്കെ എടുത്തിട്ട്. അപ്പോൾ പണ്ടത്തെ ആ ഒരു ഉപയോഗമായിരുന്നു നമുക്കറിയാവുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഇത് വെച്ചാല് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അലോവേര ജെല്ല്, സ്കിന്നിന് വേണ്ടി ഹെയറിന് വേണ്ടിയൊക്കെ അല്ലേ. അപ്പം ഇപ്പൊ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കാണുക എന്തെങ്കിലും ഒരു സ്കിന്നിനോ ഹെയറിനോ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പാക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം മെയിൻ ആയിട്ട് ചേർക്കുന്നത് അലോവേര ജെല്ലൊക്കെ തന്നെയാണ്. ഒരു മേക്കപ്പ് വീഡിയോയിലാണെങ്കിലും ഇപ്പൊ ഞാനാണെങ്കിലും മേക്കപ്പ് ചെയ്യുന്നതിൽ ഇപ്പൊ നമ്മൾ തൊട്ടടുത്തായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷന്റെ കൂടെ അലോവേര ജെല്ല് കൂടെ മിക്സ് ചെയ്തിട്ട് അതൊരു ക്രീം പോലെ ആക്കിയിട്ട് മുഖത്ത് തേക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അലോവേര നമ്മൾ നിത്യജീവിതത്തിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം കൂടുതലും നമ്മൾ വാങ്ങുന്നത് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന ഒരു അലോവേര ജെല്ലല്ല ഭൂരിഭാഗം പേര് ഉപയോഗിക്കുന്നത്. പൈസ ഇത്തിരി, അതായത് ഇപ്പൊ കോസ്റ്റിന്റെ ഇത് വെച്ചിട്ടാണ് നമ്മളത് അളക്കുക അല്ലെ. നമ്മളെ കൊണ്ട് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്നത്. പക്ഷെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കി നമ്മൾ വില കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഇപ്പൊ വില കുറഞ്ഞത് ആണെങ്കിൽ അതിൽ എന്താ പറയാ കൃത്രിമമായതും വില കൂടിയത് നല്ലതും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വാങ്ങുന്ന അലോവേര ജെല്ല് നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെ നോക്കുക. ഇപ്പൊ 100% നാച്ചുറൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കേണ്ടി വരും, അതെനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരു 90% എങ്കിലും അതിൽ അലോവേര ജെല്ല് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ വാങ്ങിയാൽ മാത്രമേ നമ്മളത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ. അതല്ലാതെ നമ്മൾ ജസ്റ്റ് അലോവേര ജെൽ ഉപയോഗിച്ചു അത്ര മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ എനിക്ക് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മള് ഗ്രീൻ കളറിലെ അലോവേര ജെല്ല് നോർമലി നമ്മൾ കോസ്റ്റ് കുറഞ്ഞതിനെ കുറിച്ചാട്ടോ ഞാൻ ഇപ്പൊ പറയുന്നത്. ഗ്രീൻ കളറിലെ അലോവേര ജെല്ല് വാങ്ങാൻ കിട്ടും. അപ്പൊ നമ്മൾ ഗ്രീൻ കളർ നോക്കുമ്പോൾ ശരിക്കും അലോവേര ജെല്ലിന് ഗ്രീൻ കളർ ഉണ്ടോ? ഇല്ല. ശരിക്കുള്ള കറ്റാർവാഴക്ക് ഗ്രീൻ കളറ് പുറമേ ഉള്ളിൽ ഒരു ലൈറ്റ്, വളരെ ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലാണ് ആ ജെല്ലിരിക്കുന്നത്. അത് പലരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അലോവേര ജെല്ല് കോസ്റ്റ് കുറവ്, വാങ്ങിച്ചു, പരിപാടി കഴിഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് കളേഴ്സ് ആഡ് ചെയ്ത് വരുന്നതാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോണില്ല. അതുപോലെ തന്നെ ചിലത് ടിന്ന് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും അല്ലേ, ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. അത് ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് വരുന്നതാണ്. അതും ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു അലോവേര ജെല്ല് പുതിയത് വാങ്ങുമ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. 2 സർട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പൊ ആദ്യത്തെ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് അലോ സർട്ടിഫിക്കേഷൻ ആണ്. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ സർട്ടിഫിക്കേഷൻ ഫ്രം ദ ഇന്റർനാഷണൽ അലോ സയൻസ് കൗൺസിൽ. ഇങ്ങനെ 2 സർട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് അതിൽ വരുന്നത്. ഇത് രണ്ടും ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ അപ്പൊ ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് അലോ ബാർബഡൻസിസ് ലീഫ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു സംഭവം ഉറപ്പായിട്ടും ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിൽ കാണേണ്ടതാണ്. പക്ഷെ ഇന്നത്തെ നമുക്ക് നോർമലി കിട്ടുന്ന കുറെ അലോവേര ജെല്ല് ബ്രാൻഡുകളിലൊന്നും ഇൻഗ്രീഡിയൻസ് പോലും മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ജെല്ല് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ അത് ഷെയർ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രാൻഡ് വെച്ചിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ കമ്പനികളാണല്ലോ ഇവരൊക്കെ, നമ്മളെ തിരിച്ചടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ബ്രാൻഡുകളുടെ പേരുകളൊന്നും എടുത്ത് പറയണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. പക്ഷേ 2021 ₹40 ₹45 ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ബ്രാൻഡിലെ അലോവേര ജെല്ലിന് ഇന്നത്തെ വില എന്ന് പറയുന്നത് ₹85 ആണ്. കോമൺലി നമ്മൾ എല്ലാവരും ആ ബ്രാൻഡുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കളറ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആയിരിക്കും വരുന്നത്. നല്ല സ്മെല്ല് ഉണ്ടാവും.
അതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇൻഗ്രീഡിയൻസ് പോലും മെൻഷൻ ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള 2-3 കാര്യങ്ങളാണ് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 400-ലധികം നമ്മുടെ കറ്റാർവാഴ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതല്ല. അതിൽ 11 വെറൈറ്റീസ് ഒക്കെ മാത്രമാണ് നമുക്ക് സ്കിന്നിലൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നത്. ആ 11-ൽ നിന്ന് 6 വെറൈറ്റീസ് മാത്രമേ നമുക്ക് അകത്ത് കഴിക്കാൻ പറ്റുള്ളൂ. ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടി ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 11 വെറൈറ്റീസിൽ 6 വെറൈറ്റീസ് മാത്രമാണ് നമുക്ക് അകത്ത് കഴിക്കാൻ പറ്റുന്നത്. ഈ 11 വെറൈറ്റീസ് ഈ 400-ൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ളതെല്ലാം വിഷാംശം ഉള്ളത് തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് വാങ്ങുമ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടോ, അതുപോലെ സ്മെല്ലുണ്ടോ, കളേഴ്സ് ഉണ്ടോ, അത് നോക്കണം. സ്മെല്ലും കളേഴ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങരുത്. അതുപോലെ ഇൻഗ്രീഡിയൻസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു അലോ ബാർബഡൻസിസ് എക്സ്ട്രാക്ട്, ലീഫ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങരുത്. ഇച്ചിരി റേറ്റ് കൂടിയാലും നമ്മൾ നല്ലൊരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽ വെക്കണം. പിന്നെ ഈ കമന്റിനുള്ള ആൻസർ ഇപ്പോഴും ആയിട്ടില്ല അല്ലേ? അപ്പൊ എനിക്ക് വന്ന കമന്റിനുള്ള ആൻസർ, മോയ്സ്ചറൈസറിന് പകരം ഒരിക്കലും അലോവേര ജെല്ല് ഉപയോഗിക്കാൻ കഴിയില്ല. മോയ്സ്ചറൈസറിന് പകരമായിട്ട് മോയ്സ്ചറൈസറിന് പകരം മോയ്സ്ചറൈസർ തന്നെ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ അലോവേര ജെല്ല് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയറിൽ നല്ലതാണ് യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ എണ്ണ കാച്ചാൻ നല്ലതാണ്. അതുപോലെ ഫേസിലേക്ക് ഇടുന്ന കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഓയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ നല്ലതാണ്. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് സ്കിന്നിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അതിന്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബിഫോർ ഷേവിംഗ് ജെല്ലായിട്ടും ആഫ്റ്റർ ഷേവിംഗ് ജെല്ലായിട്ടും യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഈ ആഫ്റ്റർ ഷേവിംഗ് ജെൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ പോർസ് ഒക്കെ ഒന്ന് അടച്ച് നല്ല രീതിയിൽ സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. അലോവേര ജെല്ല് കൊള്ളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അലോവേര ജെല്ല് വാങ്ങുമ്പോൾ നല്ലത് നോക്കി വാങ്ങുക. കോസ്റ്റ് കുറഞ്ഞതാണെന്ന് കരുതിയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ബ്രാൻഡ് പോയി വാങ്ങാതെ നല്ലൊരു ബ്രാൻഡ് നോക്കി നമ്മുടെ സ്കിന്നിനും ഹെയറിനും സ്യൂട്ട് ആവുന്ന ഒരു കാര്യം നോക്കി വാങ്ങുക. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം, എല്ലാവർക്കും അലോവേര ജെല്ല് അത്ര നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാറില്ല. ചിലവർക്കെങ്കിലും, ഇപ്പൊ 100-ൽ ഒരു 10 പേർക്കെങ്കിലും അലർജി ഉണ്ടാക്കാറുണ്ട് അലോവേര ജെല്ല്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ ഈ വീഡിയോ കണ്ടു എന്ന് വെച്ചിട്ട് എല്ലാവരും ഒറിജിനൽ അലോവേര ജെല്ലൊക്കെ വാങ്ങിയിട്ട് മേത്തൊക്കെ തേച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ദൈവത്തെ ഓർത്ത് ആരും അങ്ങനെ ഉപദ്രവിക്കരുത്. നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. സ്കിന്നിൽ എവിടെയെങ്കിലും ഒക്കെ ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്ത് അത് ഓക്കെ ആണെന്ന് നോക്കിയിട്ട് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.